തിരുമേനി. ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ PC വർഗീസ് കോർപ്പിസ്കോപ്പ അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരായ സ്ത്രീ സമാജ അംഗങ്ങളെ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിക്കുവാനും ദൈവവചന മനനത്തിനായി കൂടിയിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. As Sachin rightly said in the beginning, for me too, it is a privilege and honor to address you all this morning, especially in sharing the word of God with you. Right now, I am sitting in our Urushalem Aramana in Houston, and one of the Achans came here, and I was asked to give a message to their particular group. And I just finished, and that's the reason I came and joined you a bit late. Sorry for that. Acha, how much time I can take? 15 to 20 minutes. That's fine. Okay. യേശുവും കർത്താവിൻ്റെ ശിഷ്യന്മാരും ഒരു ദിവസം ഗലീല കടലിൻ്റെ പടിഞ്ഞാറ് തീരത്ത് നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് പോയി. അത് ഗദരരുടെ ദേശം എന്ന റെഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജോഗ്രഫിയെ സംബന്ധിച്ച്, പർട്ടിക്കുലർ പ്ലേസിനെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ സ്ഥലത്തെ സംബന്ധിച്ചൊരു പോയിന്റർ ഉള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. യേശു തമ്പുരാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യൻ, എ ഡീമൻ അൺക്ലീൻ സ്പിരിറ്റ് പൊസസ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശു അവൻ്റെ പേര് ചോദിച്ചു. ലെജിയോൺ എന്ന് അവൻ പറഞ്ഞു. ഇറ്റ്സ് മീനിങ് ഈസ് മെനി എന്നുള്ള അർത്ഥമാണ്. Actually, it is not a proper noun, but it's treated as a name here. അവന് കല്ലറയിൽ വസിക്കുകയാണ്, നഗ്നനായി വസിക്കുകയാണ്. അവൻ്റെ ശരീരം മുഴുവൻ അവൻ തന്നെ ഒരു സെൽഫ് ഫ്ലാജുലേഷൻ രീതിയിൽ അങ്ങനെ മുറിവേൽപ്പിച്ചൊക്കെ ജീവിക്കുന്ന ഒരു ഭീകരമായ ഹൊറർ ആൻഡ് ടെറർ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അവന് അശുദ്ധാത്മാവ്, യേശു ദൈവമാണെന്ന് മനസ്സിലായപ്പോൾ അവനിലുള്ള അശുദ്ധാത്മാവ് വിചാരിച്ചു ജീസസ് ഹാസ് കം ടു കൺഫ്രണ്ട് ഹിം ആൻഡ് ബ്രിങ്ങിങ് ആൻ എൻഡ് ടു ഹിസ് എക്സിസ്റ്റൻസ്. So he pleaded with Jesus, asking, kindly send us to the swines, the herds gazing in the other side of the mountain. അപ്പം ജീസസ് അലവ് ചെയ്തു. അങ്ങനെ അവിടെ പോയി. ആ മനുഷ്യരിൽ നിന്ന് ആത്മാവ് പോയി പന്നികളിൽ പ്രവേശിച്ചു. ഏകദേശം 2000-ഓളം പന്നികളുണ്ടായിരുന്നു. അത് ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടനിൽ നിന്ന് ഈ സീ ഓഫ് ഗാലിലി അതിലേക്ക് വീണ് മരിച്ചു. ഈ വിവരം അതിനെ മേയ്ക്കുന്ന ഇടയന്മാര്, അതിൻ്റെ ഉടമസ്ഥരും അങ്ങനെയുള്ളവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ കെയിം ടു ജീസസ്. ഏതാനും ചില കാര്യങ്ങൾ ഒരു ശ്രദ്ധയിലൊന്നും കൊണ്ടുവരട്ടെ. ഒന്ന്, ഈ മനുഷ്യൻ, ദ ഡീമൻ പൊസസ്ഡ് പേഴ്സൺ, ദ അൺക്ലീൻ സ്പിരിറ്റ് പൊസസ് ചെയ്തിരിക്കുന്ന മനുഷ്യൻ, they have seen him dressed up and of with conscience, അവന് in good mind അങ്ങനെ ആയിരിക്കുന്നത് കണ്ടപ്പോൾ അവര് they were afraid. They were not amazed, but they were afraid. Even today I'm amazing why they are afraid instead of an excitement. Immediately they asked Jesus, kindly depart from this place. No more such kind of miracle works to be done in this region. യേശുവിനോട് പറയാ. അപ്പൊ യേശു ബോട്ടയിൽ കയറി വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി ശിഷ്യന്മാരും യേശുവും ബോട്ടയിൽ കയറുമ്പോൾ ഈ അൺക്ലീൻ സ്പിരിറ്റ് പൊസസ് ചെയ്ത മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം അവനും ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. Can I follow you? Would you mind to take me with you to cross this Sea of Galilee and get down on the other side?
അപ്പൊ യേശു പറയുന്ന ആ ഒറ്റ ഒരു വാചകമുണ്ട്. അത് ആണ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വേഴ്സ് 19, സെയിന്റ് മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 19. It goes like this. However, Jesus did not permit him, but said to him, "Go home to your friends and tell them what great things the Lord has done for you and how he has had compassion on you." ഈ വാക്യത്തെ സംബന്ധിച്ച് വളരെ ലഘുവായ ചില കാര്യങ്ങൾ അടുത്ത 10 മിനിറ്റിനുള്ളിൽ പറയാമെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. ഈ മനുഷ്യനോട് യേശു പറയുന്നത്, അവനൊരു റിക്വസ്റ്റ് യേശുവിനോട് പറഞ്ഞു. അതെന്താണ്? ഞാനും നിന്റെ കൂടെ വരട്ടെ, ക്യാൻ ഐ ഫോളോ യു എന്നുള്ളതാണ്. യേശുവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യനാകുക എന്നാണ് അർത്ഥം. ടെക്നിക്കലി ഗ്രീക്ക് വേർഡ് ന്യൂ ടെസ്റ്റമെന്റിൽ ഉപയോഗിക്കുന്നത് അക്കുലൂത്തിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം ഫോളോ, ഗോ ആഫ്റ്റർ എന്നുള്ളതാണ്. അപ്പൊ യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ പിൻഗമിക്കുക, യേശുവിൻ്റെ പിന്നാലെ പോകുക. അത് തന്നെ വലിയ ഒരു ചിന്തനീയമായ വിഷയമാണ്. ഒരാൾ യേശുവിൻ്റെ ശിഷ്യനാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. യേശുവിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടോ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടോ യേശുവിൻ്റെ ശിഷ്യനാകത്തില്ല. ദ ഒബ്വിയസ് ആൻഡ് എക്സ്പ്ലിസിറ്റ് എക്സ്പ്രഷൻ ഓഫ് ബീയിങ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ഈസ് ഇൻ ഫോളോവിങ് ജീസസ്, ഫോളോഷിപ്പ് ഓഫ് ജീസസ് എന്ന് പറയാം. ഈ മനുഷ്യനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ ഒരു ഈസിയായ ഒരു കാര്യമാണ്. അതായത് യേശുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാകാം. ജീസസ് will be with him, in front of him. He will be protected by the mighty hands of Jesus, even the shadow of Jesus. ആ രീതിയിൽ ആ മനുഷ്യൻ അങ്ങ് പോകാം. മറ്റൊരു കാര്യം, he is going to depart from this place, the place of his acquaintance, in a way the place of his work, his home, and crossing the sea and going to the other side. അങ്ങനെയല്ല. യേശുവും ശിഷ്യന്മാരുമാണല്ലോ. അപ്പോൾ 12 ശിഷ്യന്മാരും യേശുവും 13 പേര് ഈ ബോട്ടിലേക്ക് കയറുന്നു. ഈ മനുഷ്യനോട് ചെന്ന് മറുകരയിൽ ചെല്ലുമ്പോൾ ഇത്രയും വലിയ ഒരു സംഭവം നടന്നുകൊണ്ട് ശിഷ്യന്മാർ തന്നെ അവിടെ ഉള്ളവരോട് പറയും, ഈ മനുഷ്യൻ ആരാണെന്ന് അറിയാം, ഞങ്ങൾക്കറിയില്ല. അയ്യോ, ഇവൻ ഉഗ്ര പ്രതാപശാലിയായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആർക്കും അവനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. യേശു അവനെ സൗഖ്യമാക്കി. ഇങ്ങനെ യേശുവിൻ്റെ ഫെയിമും ഇവനും ഒക്കെ ചേർന്ന് ഒരു വല്ലാത്ത ഒരു കൾച്ചർ ഈ സീയുടെ മറുകരയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല യേശു ആവശ്യപ്പെടുന്നത്. പിന്നെന്താ പറയുന്നത്? യു ഗോ ഹോം ടു യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഡിസൈപ്പിൾ ആകുന്നതിനേക്കാൾ വലിയ ഒരു ദൗത്യമാണ് യേശു അവനെ ഏൽപ്പിക്കുന്നത്. ഗോ എന്ന് പറയുന്ന വാക്കാണ് അപ്പോസ്റ്റൽ എന്നുള്ള വാക്ക് വരുന്നത്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ അപ്പോസ്തൽ എന്നുള്ള വാക്ക് വരുന്നത് അപ്പസ്റ്റല്ലോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കുകളിൽ നിന്ന്. അതിൻ്റെ അർത്ഥം സെൻറ്റ് എന്നാണ്, അയക്കുക. സ്ലീഹോ മീൻസ് ടു സെൻറ്റ്. അപ്പോൾ ജീസസ് ഈസ് സെൻഡിങ് ദിസ് cured, healed man to his hometown, to his own household, to be an apostle of the Lord's miraculous healing. യേശു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യനൊരു നല്ല റീഹാബിറ്റലേഷൻ കൊടുക്കുക. അറ്റ് ദ മൊമെന്റ് ലോകത്തിൽ നല്ല ഒരു റീഹാബിറ്റലേഷന്റെ ഒരു സമയമായി ഇപ്പോൾ. കാരണം ലോകം മുഴുവനുള്ള യുദ്ധങ്ങൾ കൊണ്ട്, മൈഗ്രേഷൻ കൊണ്ട്, ഇല്ലീഗൽ മൈഗ്രേഷൻ കൊണ്ട്, നാച്ചുറൽ കലാമിറ്റി കൊണ്ട്, ആൻഡ് ഓൺ അക്കോർഡ് ഓഫ് മെനി അതർ റീസൺസ് ഫാമിലിയുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് കുറച്ച് ഡെക്കേഡ്സ് ആയിട്ട് നമ്മൾ കാര്യമായ രീതിയിൽ പരിഗണിക്കാത്ത
അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ അൺറസ്റ്റ് ഉള്ള, ബാഡ് കോൺസിക്വൻസസ് ഉള്ള ഒരു സ്ഥലമാണ് ഹൗസ്. റിലേഷൻഷിപ്പിൽ, ആ സ്ട്രക്ചറിൽ, അതിൻ്റെ ഫങ്ഷനിൽ എല്ലാം സാരമായ വിഭിന്നതകൾ, ഡിവിഷൻസ് ഉണ്ടായിട്ടുണ്ട്. എവിടുത്തെ ബന്ധമാണോ നിങ്ങളുടേത് നഷ്ടപ്പെട്ടു പോയത്? So the broken relationship, if it is to the husband or the wife or the grandpa or grandma or children or neighbors, അതെല്ലാം തിരിച്ചു പിടിക്കണം. The day when he was lost from the house and he is being stigmatized as a demon possessed, his wife, his relatives, his children, and all those who are acquaintance of this person have written off his story, saying that he is finished. He is no more in the house. He is not a relative of mine. He is not my husband. He is not my young son or elder brother. ഇങ്ങനെ എല്ലാവരും പറഞ്ഞു ഒഴിഞ്ഞിട്ടുണ്ടാകാം. Jesus is asking that you have to go back and reinstitute the relationship. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഞാനും നിങ്ങളുമെല്ലാം, we may be comfortable at our restaurants, at our beach side, in our universities, in our workplace. We are very happy with the careerism and so many other aspects of human life. പക്ഷേ വീട്ടിൽ നിങ്ങൾ, ഭവനത്തിൽ നമ്മൾ ശരിക്കും are we feel at home? I'm not simply speaking about the physicality or the physical aspects of this relationship by relating our relationship with our parents or kin and kids or siblings. Our relation to our mission to go back to, our mission to go back to where? To your relatives, your friends. In extolling and in explaining, in proclaiming the grace of Lord, the mercy of Lord that has been vouchsafed in healing me. അതാണ് കർത്താവ് നിന്നോട് എത്ര കരുണ കാണിച്ചെന്ന് നീ പോയി പ്രഘോഷിക്കുക. Not necessarily only through words, through our very presence, through our silence, through our interactions. അതെല്ലാം വിവിധ തരത്തിലാണ്, നമുക്ക് ഒരു വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പോകാൻ തക്കവണ്ണമാണ് പറയുന്നത്. Actually, his life moved from home to the tomb. But Jesus is asking him, move now from the tomb to the home. One of these days, one theme came to my mind while I enjoy the food in a house. It is written on the table, home is where our story begins. Very true. Home is where our story begins. Our story begins at home. Everything begins at home. So, നമ്മൾ എവിടെ കംഫർട്ടബിൾ ആയാലും ഹാപ്പി ആയാലും വീട്ടിൽ ഹാപ്പി അല്ലെങ്കിൽ the unrest will be created in the society, in the church, in the place. We are living in a society which is absolutely torn asunder, torn apart in our relationship, in our attitude, and physically and spaciously, and as well as temporally. Related to the time and geography, we are torn apart. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ യേശു നൽകുന്നതായ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള ഒരു സിംറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ, in order to bring him to complete healing, Jesus is taking him to the habitat, rehabilitation. It has much more strong theme in today's atmosphere. Physical, mental, material, എല്ലാ ആസ്പെക്റ്റുകളും അതുണ്ട്. അപ്പൊ ആ ഒരു തരത്തിൽ യേശു നൽകുന്ന ഈ സന്ദേശം നമ്മുടെ ഇമ്മീഡിയറ്റ് ആയ ഫാമിലി റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. എക്സ്റ്റൻഡ് ഫാമിലി റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ തക്കണം സാധിക്കണം.
ഒരു വിധത്തിൽ പറഞ്ഞാല് we can summarize the whole gamut of the salvation process of God. That means the incarnation or the divine economy of our Lord can be summed up in one phrase, that is nothing but bringing the humanity back to God. So it's a homecoming affair to the satisfaction of our loving God. അപ്പൊ ഈ ഒരു തരം നമുക്ക് എത്ര സൗഖ്യം ലഭിച്ചു, നമുക്ക് എത്ര അനുഗ്രഹം ലഭിച്ചു, ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥാന്തരത്തിലേക്ക്, ഈ ഇത്രയും ഒരു ട്രാൻസ്ഫോമിങ് അവസ്ഥയിലേക്ക് വന്ന ഇതിനെ നമ്മൾ എത്രമാത്രം നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മുടെ നാട്ടിലുള്ളവരോട്, നമ്മുടെ പള്ളിയിലുള്ളവരോട് പ്രഘോഷിക്കുന്ന നന്ദി നിറഞ്ഞ ഹൃദയത്തിലുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതത്തിന് ഉടമകളായി നമ്മൾ മാറണം. അനേകര് ഭയപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിക്കാൻ കഴിയാത്ത, സ്വയം മുറിവേൽപ്പിക്കുന്നതായ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതായ, വഴി നടന്നു പോലും ആളുകൾക്ക് പോകാൻ തരാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മനുഷ്യൻ ശാന്തസ്വരൂപനായി, ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് പ്രസംഗിക്കുന്നവനായി, ദൈവത്തിന്റെ പ്രതിരൂപമായി, ദൈവത്താൽ ഐക്യപ്പെട്ട ഒരു അപ്പോസ്തലനായി പ്രവർത്തിക്കുന്ന ആ വലിയ ചിത്രം ദൈവത്തിന്റെ കരുണയിൽ നിന്ന് ലഭിച്ചത് ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത്തരത്തിലുള്ള ചിന്തനങ്ങളിൽ കൂടി നമ്മെ തന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്തി നമ്മുടെ ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ നല്ല സുവിശേഷവാഹകരായി, ക്രിസ്തുവിന്റെ നല്ല അപ്പോസ്തലരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഐ എം ഡിലൈറ്റഡ് ടു എക്സ്റ്റെൻഡ് മൈ പ്രൊഫൗണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ടു Isaac P. Prakash Achan, Dr. V.C. Varghese Korapiskapa Achan, and all other concerned in giving me an opportunity to interact with you and dividing the loaf of the bread of word of God to you in this fine morning. May God bless you. Thank you so much. Abhivandya Dr. G. Varghese Mar Barnabas Tirumeni